സ്കൂൾ തുറന്ന ദിവസം 3ാം ക്ലാസ്സിലേക്ക് ക്ലാസ് ടീച്ചർ കടന്നു വന്നു. ലളിതമായ ചോദ്യത്തിലൂടെ കുട്ടികളുമായി കൂടുതൽ ഇടപഴകാമെന്ന് ടീച്ചർ കരുതി. ടീച്ചർ പുഞ്ചിരിച്ചുകൊണ്ട് മുൻനിരയിലുള്ള ഒരു ആൺകുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു. ഒരാപ്പിളും വീണ്ടും ഒരു ആപ്പിൾ കൂടി തന്നു. വീണ്ടും ഒരു ആപ്പിൾ കൂടി തരികയാണെങ്കിൽ നിന്റെ കൈവശം എത്ര ആപ്പിളുകൾ ഉണ്ടാകും? കുട്ടി തിളങ്ങുന്ന കണ്ണുകളുടെ ടീച്ചറെ നോക്കി ഒരു മടിയും കൂടാതെ ആത്മവിശ്വാസത്തോടെ ഉത്തരം പറഞ്ഞു. 4 ആപ്പിളുകൾ. ടീച്ചർ ഒരു നിമിഷം ഞെട്ടി. എളുപ്പമുള്ള ഈ ചോദ്യത്തിന് 3 എന്ന് ഉത്തരം തരുമെന്ന് ടീച്ചർ പ്രതീക്ഷിച്ചു. ടീച്ചർക്കാകെ നിരാശ തോന്നി. എന്റെ ചോദ്യം അവൻ ശരിക്കും കേട്ടില്ല. അവനെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ സഹായിക്കാമെന്ന് കരുതി ടീച്ചർ ചോദ്യം പതുക്കെ ശ്രദ്ധാപൂർവം ആവർത്തിച്ചു. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ കയ്യിൽ ഒരാപ്പിളും വീണ്ടും ഒരാപ്പിളും വീണ്ടും ഒരു ആപ്പിൾ കൂടി തരികയാണെങ്കിൽ നിന്റെ കൈവശം എത്ര ആപ്പിളുകൾ ഉണ്ടാകും? ടീച്ചറുടെ നിരാശ മനസ്സിലാക്കിയ അവൻ നെറ്റി ചൊളിച്ചു. ടീച്ചറെ സന്തോഷിപ്പിക്കാൻ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് ചെറുവിരലുകൾ എണ്ണാൻ തുടങ്ങി. പക്ഷേ അവന്റെ ഉത്തരം മാറ്റമില്ലാതെ തുടർന്നു. അവൻ മടിച്ചു ഉത്തരം പറഞ്ഞു. 4 എണ്ണം. ഇത്രയും ലളിതമായ ചോദ്യം മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ടീച്ചർക്ക് മനസ്സിലായില്ല. ടീച്ചറുടെ ഹൃദയം ആകെ തകർന്നു. അപ്പോഴാണ് ടീച്ചറുടെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചത്. ഒരു പക്ഷേ ആ പയ്യന് ആപ്പിൾ ഇഷ്ടമായിരിക്കില്ല. പഴയ ഉത്സാഹത്തോടെ ടീച്ചർ കുട്ടിയുടെ അടുത്തേക്ക് പോയി. ശരി, നമുക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചാലോ? നിന്റെ കൈവശം ഞാൻ ഒരു സ്ട്രോബെറിയും വീണ്ടും ഒരു സ്ട്രോബെറിയും വീണ്ടും ഒരു സ്ട്രോബെറിയും കൂടി തന്നാൽ നിന്റെ കൈവശം എത്ര സ്ട്രോബെറീസ് ഉണ്ടാകും? സ്ട്രോബെറിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടിയുടെ മുഖം വിടർന്നു. അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്. ഇത്തവണ മടി കൂടാതെ അവൻ ചെറുവിരലുകൾ എണ്ണാൻ തുടങ്ങി. അവൻ ടീച്ചറെ നോക്കി ചെറിയ നാളത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു. 3 എണ്ണം. ഉത്തരം കേട്ടപ്പോൾ ടീച്ചർക്ക് ആശ്വാസമായി. പുതിയൊരു ചോദ്യം ഫലം കണ്ടു. തന്റെ പരിശ്രമ ഫലം കണ്ടതിൽ ടീച്ചറെ തന്നെ നിശബ്ദമായി സ്വയം അഭിനന്ദിച്ചു. എങ്കിലും ടീച്ചർ ഒന്നുകൂടി പരീക്ഷിച്ചു. ആ പഴയ ആപ്പിളിന്റെ ചോദ്യം ആവർത്തിച്ചു. എന്നാൽ അവൻ മാറ്റമൊന്നുമില്ലാതെ 4 എന്ന് തന്നെ ഉത്തരം നൽകി. ടീച്ചറുടെ പുഞ്ചിരി മാഞ്ഞു. ടീച്ചറുടെ ദേഷ്യം സ്വരത്തിൽ കടന്നു വന്നു. ടീച്ചർ ഉറക്കെ ദേഷ്യത്തോടു കൂടി ചോദിച്ചു. 3 ആപ്പിളുകൾ തരുമ്പോൾ അതെങ്ങനെ 4 എണ്ണമാകും? ടീച്ചറുടെ ദേഷ്യം മനസ്സിലാക്കി ആ കുട്ടി തല താഴ്ത്തി. ശേഷം അവൻ ടീച്ചറോട് സൗമ്യമായി പറഞ്ഞു. കാരണം എന്റെ ബാഗിൽ ഒരു ആപ്പിൾ കൂടിയുണ്ട്. അപ്പോൾ എന്റെ കൈവശമുള്ള ആപ്പിളിന്റെ എണ്ണം 4 ആവില്ലേ? പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അവന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ അവന്റെ ഭാഗത്ത് തന്നെയാണ് ശരി. അതിൽ അവനും ഉറച്ചു നിൽക്കുന്നു. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളും അങ്ങനെയാണ്. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന മട്ടിൽ നാമും ഉറച്ചു നിൽക്കും. എന്നാൽ ചില കാഴ്ചപ്പാടുകൾ തികച്ചും തെറ്റായിരിക്കാം. സ്റ്റോറി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.